പഠിപ്പിക്കാൻ മത്സരമില്ലാതെ ഒരാളെ തോൽപ്പിച്ചും മറ്റൊരാളെ ജയിപ്പിച്ചും ഉള്ള സംവിധാനമില്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമ്പ്രദായം വികസിപ്പിക്കണമെന്ന് യോഗം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നീറ്റിൽ ചോദ്യം ഉണ്ടാവില്ല. കാരണം നീറ്റില്ല. മനുഷ്യൻ നടത്തുന്ന എവിടെയും സ്വാർത്ഥത ഉണ്ടാവും. അല്ലെങ്കിൽ ഇതെല്ലാം യന്ത്രങ്ങളേൽപ്പിക്കുക പറയുന്നത് 3-4 വർഷം കഴിയുമ്പോൾ തെറ്റ് ചെയ്യാത്ത, പരീക്ഷ നടത്താവുന്ന, മാർക്കിടാവുന്ന, കുറവ് വരുത്താത്ത യന്ത്രങ്ങൾ ഉണ്ടാവുന്ന, മുതലാളിത്ത താല്പര്യമുള്ള, പണത്തിന് ദാഹമുള്ള, വലിയ ദാഹമെന്ന് മോഹമുള്ള, മറ്റുള്ളവരെ ചലിക്കുന്നതിൽ മടിയില്ലാത്ത, സ്വസ്ഥതയുള്ള കൂലിയുണ്ടാവുന്ന, അത് സ്നേഹം കൊണ്ടേ നിർമ്മിക്കാൻ പറ്റും. നമ്മളെല്ലാം ആർഭാടം കൊണ്ട് ഒരുപാട് ശരീരത്തിന്റെ വികാരമല്ല. ശരീരവും പ്രാണനും രണ്ടാണ്. ശരീരത്തിൽ ഈ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ശരീരത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾ. അതായത് മധുരത്തോട് ഇഷ്ടം, കയ്പിനോട് ഇഷ്ടക്കേട്, വലുതാവാൻ ഇഷ്ടം, നല്ലത് കിട്ടാൻ ഇഷ്ടം. ഇഷ്ടങ്ങളൊന്നും ഒരുപാട് കാലം നമുക്ക് സസ്റ്റെയിൻ ചെയ്യുന്നതല്ല. ദുഃഖമില്ലാത്ത ഒരു സുഖവുമില്ല. നിങ്ങൾ ചെറുതാകുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ സ്നേഹം നമ്മുടെ കേരളത്തിന്റെ മുൻ കൃഷി വകുപ്പ് മന്ത്രിയും മികച്ച പ്രഭാഷകനുമായിട്ടുള്ള പ്രിയപ്പെട്ട ബഹുമാന്യനായ ശ്രീ മുല്ലക്കര രത്നാകരൻ സാറ് ഈ മഹനീയമായ ആഘോഷങ്ങളുടെ 1-ാം ദിവസത്തെ ഉദ്ഘാടന സമിതിയുടെ അധ്യക്ഷൻ ശ്രീ എം രമേശ്, അബ്ദുൽ കലാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന അബദ്ധമാകും. നമ്മുടെ കുട്ടികൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എപിനെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്, അഗ്നിച്ചിറകുകൾ. അത് വായിച്ചിട്ടുള്ളവർ കൈകുട്ടിക്ക് ഉണ്ട്, 1-2 പേരുണ്ട്. സന്തോഷം. അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ജ്വലിക്കുന്ന മനസ്സുകൾ എന്നൊരു പുസ്തകമുണ്ട്. അതാണ് നിങ്ങൾ വായിക്കേണ്ടതെന്നാണ് എനിക്ക് ഉദ്ഘാടക പ്രസംഗം കേട്ടപ്പോൾ തോന്നിയത്. പക്ഷേ അതിനൊക്കെ ഉപരിയായ ഒരു കർഷകൻ, വേറെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്തായാലും ഇന്നത്തെ ജീവിതത്തിന് കിട്ടിയ ഒരു നേട്ടം എന്തുമാത്രമാണെന്ന് നിങ്ങൾക്ക് കിട്ടിയ ഇവിടെ കേട്ടതിന്റെ ഒരു 10-ലൊരു അംശമെങ്കിലും നിങ്ങൾ സ്വായത്തമാക്കിയെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. നമ്മുടെ സൗഹൃദവേദി വായനശാലയെ കുറിച്ച് പറയുമ്പോൾ 28ാമത് വാർഷികം ആഘോഷിക്കുന്ന വേളയില് നാടിന് ഉതകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഈ സൗഹൃദവേദി വായനശാല. കഴിഞ്ഞ തുടർച്ചയായ വർഷങ്ങളിൽ സൗഹൃദവേദി വായനശാലയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരഭിമാനം. കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വായനശാലകളിൽ ഒന്നാണ്. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും മനോഹരം തന്നെ. വായനശാലകൾക്ക് പ്രാധാന്യം ഒരുപാട് ഉണ്ടെങ്കിൽ പോലും പ്രാധാന്യം ഇത്ര കൊടുക്കാറില്ല എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു നാടിന്റെ കായപ്പുറത്തിന്റെ ഉത്സവം എന്നാണ് ഈ വായനശാലയുടെ ഈ പരിപാടി അറിയപ്പെടുന്നത്. ഈ പ്രോഗ്രാം അതിമനോഹരമായിട്ട് കണ്ടക്ട് ചെയ്ത വായനശാലകൾക്കും ഈ നാട്ടുകാർക്കും മുഹമ്മ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കും ഒരിക്കൽ കൂടി എല്ലാവരുടെ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സൗഹൃദവേദിയുടെ പ്രവർത്തകനായ ശ്രീമാൻ രമേശ്, 28ാമത് വാർഷിക ആഘോഷ പരിപാടി ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രകൃതി നമ്മെ ഗംഭീരമായി അംഗീകരിച്ചു. ഡോക്ടർ KJ യേശുദാസ് അവർ ഉദ്ഘാടനം ചെയ്ത് അതിങ്ങനെ 1/4 നൂറ്റാണ്ട് പിന്നിട്ട് അതിന്റെ എല്ലാ പുഷ്കലതയോടും കൂടി, എല്ലാ ഗാംഭീര്യത്തോടും കൂടി ഇന്നും അതിങ്ങനെ തിളങ്ങി വിളങ്ങി ശോഭയോടുകൂടി നിൽക്കുക. ഇതിനുപോലെ പ്രയത്നത്തിന്റെ ഫലവും ഒക്കെ ആയിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു മഹാസ്തംഭമായി, ഒരു മഹാസ്ഥാപനമായി, ഒരു വലിയ സംരംഭമായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ പ്രവൃത്തി പ്രവർത്തനമായിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ടതാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരും, അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി
നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഇന്നിവിടെ സംഘടിപ്പിച്ചത് ഒപ്പം 2026 എന്നൊരു പരിപാടിയാണ്. കാരണം SLC +2 വിദ്യാർത്ഥികളെ ആദരിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ അതോടുകൂടി കുറച്ച് ആദരവുകൂടി വായനശാലകളിലുള്ള നന്ദി അറിയിക്കുകയാണ്. സ്വാഗതം ആശംസിച്ചത് ശ്രീ പ്രവീൺ ആണ്. വായനശാലയുടെ ഒരു പ്രവർത്തകനാണ് പ്രവീൺ. അദ്ദേഹത്തിന് വായനശാലയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.